എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഡബ്ലിൻ ഇംഗ്ലീഷ് പറയുന്ന ചാനലിലൂടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഉടമ്പടിയിൽ ഇരിക്കുന്നുണ്ട് 3 മാസത്തേക്കോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലേ. സോ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ എത്രമാത്രം സീരിയസ്നെസ്സോട് കൂടി അല്ലെങ്കിൽ എത്രമാത്രം ഒരു കൃത്യനിഷ്ഠയോട് കൂടി ഉടമ്പടി പാലിക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഉടമ്പടി എടുത്താൽ മാത്രം പോരാ, നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു തീരുമാനത്തോടു കൂടി നമ്മൾ ഉടമ്പടി എടുക്കാൻ ശ്രമിക്കുക. പക്ഷെ ഉടമ്പടി കൊണ്ടുപോകേണ്ട രീതി, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 90 ദിവസത്തേക്കുള്ള ആ ഒരു ഉടമ്പടി, അല്ലെങ്കിൽ 90 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു എത്ര മാസമായി, 3 മാസത്തോളം അല്ലേ ആയി നമുക്ക്. അപ്പം ഇത്രയും നാളത്തേക്ക് ഉടമ്പടി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമുള്ള ഒരു കാര്യമല്ല, നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉടമ്പടി പാലിച്ച് ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോയി 90 ദിവസത്തിൽ അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടാസ്ക് ആണല്ലേ. നമുക്ക് എല്ലാവർക്കും പല വർക്ക് ഫോംസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള വർക്കിലൊക്കെ ഉൾപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ കുടുംബം കുട്ടികളും ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, അങ്ങനെ പഠിക്കുന്ന പിള്ളേരായിരിക്കാം, അങ്ങനെ പല മേഖലകളിലും നമ്മൾ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ളവരായിരിക്കാം അല്ലേ. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി നമ്മൾ അലമ്പിക്കളയാൻ പാടില്ല. പ്രത്യേകം ഓർക്കാ കാര്യം, ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന്റെ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ഉടമ്പടി കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസങ്ങളിലും കൃത്യനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചിരിക്കുന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ 5:30 മണിക്കുള്ള പ്രാർത്ഥന അല്ലെ. നമ്മുടെ തിരി കത്തിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അത് വലിയൊരു ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ എല്ലാ ദിവസവും നമ്മൾക്ക് ഇപ്പൊ ഈ കറക്റ്റ് സമയത്ത് എണിച്ച്, ഇപ്പൊ എവിടെ ലോകത്തിന് ഏത് ഭാഗത്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു ടൈമിൽ എണിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് എല്ലാവർക്കും അത്ര ഉടമ്പടി എടുത്താൽ കൂടി നമ്മൾക്ക് പാലിക്കാൻ പറ്റണം എന്നില്ല അല്ലെ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിക്കുള്ള പ്രാർത്ഥന വളരെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓർക്കുക, ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം എപ്പോഴാണോ, നിങ്ങളുടെ അവിടുത്തെ രാവിലെ 5 മണിക്ക് എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുക. 1-2 പേര് എനിക്ക് തോന്നുന്നു കേരളത്തിന് ടൈം വെച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയിൽ. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് നമ്മൾ എണിക്കുന്ന സമയം എപ്പോഴാണോ 5:30, ആ സമയത്ത് നമ്മൾ എണിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. സോ അത് പ്രത്യേകം ഓർക്കുക. അല്ലാതെ നമ്മൾ കേരളത്തിലെ ടൈം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ടൈം വെച്ചുകൊണ്ട് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലണം എന്നില്ല. കാരണം നമ്മൾ വിദേശ രാജ്യത്തിലാവുമ്പോൾ നമ്മൾ അവിടുത്തെ ടൈം എപ്പോഴാണോ അതനുസരിച്ച് നമ്മൾ രാവിലെ എണിച്ച് പ്രാർത്ഥന ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം 5:30 മണിക്ക് എണിക്കുക എന്നുള്ളത് ഇച്ചിരി കടുപ്പായിട്ടുള്ള കാര്യം. പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നേരത്തെ എണിക്കുക എന്നുള്ളത് അല്ലേ. അപ്പം അലാം വെച്ച് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എണിച്ച് കറക്റ്റ് 5:30 ആകുമ്പോഴത്തേക്കും നമ്മൾ തിരികെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ബിക്കോസ് അത് നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു നിയോഗമാണ്, ഒരു നിബന്ധനയാണ് അല്ലേ. അപ്പൊ നമ്മളത് കറക്റ്റ് തന്നെ പാലിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ അഥവാ നമ്മൾക്ക് ഒരു ദിവസമോ 1-2 ദിവസങ്ങളിൽ ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് വല്ല ഹോസ്പിറ്റൽ കേസുകളോ അല്ലെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ 5:30 പോകേണ്ട ഒരു ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ആ പ്രാർത്ഥന പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അതല്ലാതെ പ്രാർത്ഥന ചെല്ലാതെ പോകരുത്. ഒരു ദിവസം പോലും നമ്മൾ പ്രാർത്ഥന വിട്ടിട്ട് പോകാൻ പാടില്ല. എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്രാർത്ഥന പൂർണ്ണമായിട്ട് പാലിച്ചിട്ട് തന്നെ പോകാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണ്, ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും, നിങ്ങൾക്ക് ബസ്സിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ട്രെയിനിൽ ഇരുന്നുകൊണ്ടോ എവിടെയാണോ നിങ്ങളായിരിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകം ഓർക്കുക. അതല്ലാതെ ഒരു ദിവസം നമ്മൾ ഉടമ്പടിയിൽ കയറിയിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കോട്ടം വരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു രീതിയിലുള്ള കോട്ടങ്ങൾ വരുത്താൻ പാടില്ല. പ്രത്യേകം ഓർക്കുക. അതുപോലെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. ഇപ്പം നമ്മൾ സ്വർഗസ്നായ പിതാവേ, നന്മ നിറഞ്ഞ മറിയോ, എത്രയ്ക്ക് സ്തുതിയോ, എന്താണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥനകൾ പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ ശ്രമിക്കാം. മോർണിംഗിൽ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകം ഓർക്കുക. ഇപ്പൊ ചിലർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥന ചെല്ലിയിട്ട് വേണമെങ്കിൽ 2 ദിവസം വേണമെങ്കിൽ പ്രാർത്ഥന ചെല്ലില്ല, അല്ലെങ്കിൽ ചില ദിവസം നമ്മൾ ഉറങ്ങിപ്പോവും, മറന്നു പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഓർക്കാൻ, നമ്മൾ ഉടമ്പടിയിലാണ്. നമ്മൾ അലാം വെച്ച് കറക്റ്റ് സമയത്ത് എണീക്കണം, കറക്റ്റ് സമയത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മുടെ ആ ഒരു നിഷ്ഠ, ആ ഒരു ദിനചര്യ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അത് പ്രത്യേകം ഓർക്കുക. ആ കാര്യങ്ങൾ നമ്മൾ ദിനചര്യയോട് കൂടി വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ആ ടൈമിൽ മാറ്റം വരുത്താതിരിക്കുക, അത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉടമ്പടി പ്രാർത്ഥനയുടെ രാവിലത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറങ്ങി തൂങ്ങി പ്രാർത്ഥിക്കാതെ പ്രത്യേകം അവർ പറയുന്നുണ്ട്, നമ്മൾ മുട്ടിന്മേൽ നിന്ന് കൈ ഇങ്ങനെ പിടിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കൈ പിടിക്കേണ്ട രീതി വരെ അവർ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ്.
കൈ ഉയർത്തിയല്ല പിടിക്കേണ്ടത്, കൈ വിരിച്ച് പിടിച്ച് ഇങ്ങനെ വിരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, നമ്മൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അങ്ങനെ തന്നെ വിരിച്ച് കൈ പിടിച്ച് പിടിച്ച് തന്നെ വേണം ആ അഞ്ചരയുടെ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പം ആ പ്രാർത്ഥന അത്രയും ഭക്തിയോടുകൂടി യേശുവിൻ്റെ ഒപ്പം മാതാവിൻ്റെ ഒപ്പം കൂടെ നിന്നുകൊണ്ട് നമ്മുടെ പിന്നെ ഉടമ്പടി വസ്തുക്കൾ വെച്ചിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഉടമ്പടി വസ്തുക്കൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ വീഡിയോ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ഏരിയയിൽ നമ്മൾ അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന തീരുന്നവരെ നമ്മൾ കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. മുട്ടിൽമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. മുട്ടിൽമേൽ നിൽക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും, പക്ഷെ എന്നാലും വേണ്ടില്ല, പാടൊക്കെ നമ്മൾ സഹിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച്, ഇപ്പം കാലും മുട്ടിനൊക്കെ വേദനയുള്ളവർക്കാണെങ്കിൽ ഒരു പില്ലോയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിൽ മുട്ടുകുത്തി നിന്ന് നല്ല വിശ്വാസത്തോടു കൂടി ഈശോയോടും മാതാവോടും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അതുപോലെ തിരി കത്തി നിൽക്കേണ്ടത്, നമ്മൾ ആ പ്രാർത്ഥന അവസാനിക്കുന്ന വരെ നമ്മുടെ രാവിലത്തെ തിരി കത്തി നിൽക്കേണ്ടത് ആവശ്യമാണ്. 2 തിരിയും കത്തിക്കരുത്, രാവിലെ ഒരു തിരിയെ കത്തിക്കാവുള്ളൂ. ആ പൂർണ്ണമായിട്ട് പ്രാർത്ഥന കഴിയുന്നവരെ ആ പ്രാർത്ഥനയുടെ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈവനിങ്ങിലെ പ്രാർത്ഥന അല്ലേ. നമ്മുടെ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ടല്ലോ, അപ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു സെപ്പറേറ്റ് ടൈം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഏത് ടൈമാണ് നിങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ആ പ്രാർത്ഥനയോട് കൂടി തന്നെ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് പ്രാർത്ഥന ചെല്ലാം. പക്ഷെ ആ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്ന ചെല്ലിയാലും മതി കേട്ടോ. അപ്പോൾ പ്രത്യേകം വൈകിട്ടും ഇതേ രീതി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു പ്രാർത്ഥനാ രീതിയിൽ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും വരുത്തരുത്. ഒരു ദിവസം പോലും നമ്മൾ പ്രാർത്ഥന മുടക്കാൻ പാടില്ല. നമ്മൾ ആ 90 ദിവസം നമ്മൾ ഉടമ്പടിയിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും വളരെ വ്യക്തമായിട്ട് നമ്മൾ നല്ല നിഷ്ഠയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ പ്രാർത്ഥന ചെല്ലാൻ ശ്രമിക്കുക. ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാതിരിക്കുക. എവിടെയാണെങ്കിലും, നിങ്ങൾ എവിടെയായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ആ സമയങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് ഉടമ്പടിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥന ചെല്ലാൻ ശ്രമിക്കുക. പിന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ തിങ്കിങ്ങും നമ്മുടെ തോട്ട്സും ഒക്കെ ആ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മൾ ചീത്ത കാര്യങ്ങളിലേക്കൊന്നും പോവാത്ത രീതിയിൽ നല്ല കാര്യങ്ങൾ, ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് നമ്മുടെ പല മേഖലകളിലായിരിക്കും, ഏത് സ്പിയേഴ്സ് ഓഫ് ലൈഫ് ആണെങ്കിൽ കൂടിയും അവിടെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ പറയാൻ പറ്റിയ കാര്യമാണ് പള്ളിയിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, രോഗികളെ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പത്രം വിതരണം ചെയ്യുക. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നമ്മുടെ ആ നിബന്ധനകളോട് കൂടിയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പൊ അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവമായിട്ട് നമ്മുടെ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോവുക. ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാനും. അതുപോലെ തന്നെ ഈ ഉടമ്പടി എന്ന് പറയുന്ന വലിയൊരു കാര്യം നമുക്ക് ഏറ്റവും നല്ലൊരു അനുഭവമാക്കിയിട്ട് നമ്മളെ പേഴ്സണാലിറ്റീനെ മാറ്റി നമ്മൾ നല്ലൊരു ഇൻഡിവിജ്വൽ ആക്കി മാറ്റുന്നതിന് ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പങ്കുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർക്കുക, പ്രാർത്ഥനയിൽ നല്ല ജാഗരൂകരായി പങ്കെടുത്തുകൊണ്ട് ഉടമ്പടി കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ട് 90 ദിവസത്തെ ഉടമ്പടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കൃപാസന മാതാവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി.